ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. തൃണമൂൽ കോൺഗ്രസിന് മാത്രമേ ബിജെപിയെ തോൽപ്പിക്കാൻ കഴിയൂ. ചില രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കുയിലിനെ പോലെ കൂകുന്നുവെന്നും മമത പരിഹസിച്ചു. അതേസമയം ബീഹാറിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധിയുടെ കാറിന്റെ ചില്ല് തകർന്നു. കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ വാഹനത്തിൽ കയറിയതാണ് ചില്ല് തകരാൻ കാരണമായത്. നോബിൾ മാരിക്കാരനുണ്ട് വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ മമതാ ബാനർജി നിലപാട് കടുപ്പിക്കുകയാണ്. നിതീഷിന് പിന്നാലെ മമതയുടെയും ഈ നിലപാട് എങ്ങനെയായിരിക്കും ഇന്ത്യ മുന്നണിയെ ബാധിക്കുക? വിനീത, എന്താണെങ്കിലും ഒരിക്കൽ കൂടി മമതാ ബാനർജി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനം എടുത്തായി മമതാ ബാനർജി പറയുന്നു. അതേസമയം ഈ കോൺഗ്രസിനെതിരെ അടക്കം വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മമതാ ബാനർജിയുടെ ഈ പ്രസ്താവന വന്നത് എന്നതും ഏറ്റവും പ്രധാനമാണ്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ പശ്ചിമ ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിൽ വലിയ വിള്ളൽ ഉണ്ടാക്കുന്നതാണ് ഈ പ്രസ്താവന എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ തന്നെ ഈ നിലപാട് മമതാ ബാനർജി പങ്കുവച്ചതിന് പിന്നാലെ അനുനയ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും അനുനയത്തിലേക്ക് മമതാ ബാനർജി തയ്യാറല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ പുതിയ പ്രസ്താവന എന്ന് വ്യക്തമാകുന്നത്. തീർച്ചയായും വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന കൂടിയാണ് ഈ പ്രസ്താവന എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനിയിപ്പോൾ പശ്ചിമ ബംഗാളിൽ ഒരു സഖ്യത്തിന് ശ്രമിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയും. നേരത്തെ 2 സീറ്റുകൾ താൻ കോൺഗ്രസിന് പറഞ്ഞതാണ് എന്നും അത് പക്ഷേ അത് കോൺഗ്രസ് നിരസിക്കുകയാണ് ചെയ്തത് എന്നടക്കമുള്ള വിമർശനങ്ങൾ മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് എന്താണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ പശ്ചിമ ബംഗാളിൽ ഇന്ത്യ സഖ്യം പൂർണ്ണമായും ഉണ്ടാകാൻ ഇടയില്ല എന്ന തരത്തിലുള്ള സൂചനയാണ് മമതാ ബാനർജിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതേസമയം CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് സംസ്ഥാനത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ ഉണ്ട്.